Lipinstein's critical minimum effort theory of underdevelopment. Harvey Lipinstein is of the view that underdeveloped countries are characterized by a vicious circle of poverty, which keeps them around a low income per capita equilibrium state. The way out of this impasse is a certain critical minimum effort, which would raise the per capita to a level at which sustained development could be maintained. In other words, an underdeveloped country will have to introduce stimulus in an amount which should be more than a critical level for the sake of change. അപ്പോൾ നമ്മുടെ തിയറി ലിബിൻസ്റ്റീൻ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ് തിയറിയാണ്. തിയറി ഡെവലപ്പ് ചെയ്തത് ഹാർവി ലിബിൻസ്റ്റീൻ ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു ക്രിട്ടിക്കൽ മിനിമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി. According to Harvey Lipinstein, underdeveloped countries are characterized by vicious circle of poverty. Underdeveloped countries ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻകം, ഇക്കോണമിയുടെ ഇൻകം അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഇൻകം ലോ ഇൻകം ആണ്, അതുപോലെ തന്നെ ലോ ഡിമാൻഡ് ആണ്, ലോ സേവിങ് ആണ്, അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അപ്പോൾ ഈ ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ എൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അതിനു വേണ്ടി ഉള്ള ഒരു മിനിമം സെർട്ടൈൻ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് ആണ് നമ്മൾ ഈ ഒരു തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ വേ ഔട്ട് ഓഫ് ദിസ് ഇംപാസ് ഈസ് എ സെർട്ടൈൻ. അപ്പോൾ ഈ ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു സർക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് വേണ്ട സെർട്ടൈൻ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് which would raise the per capita to a level at which sustained development could be maintained. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് വഴി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി പെർ ക്യാപിറ്റ ഇൻകം റേസ് ചെയ്ത് എങ്ങനെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാം. ഇൻ അതർ വേർഡ്സ്, ആൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി വിൽ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് സ്റ്റിമുലസ് ഇൻ ആൻ എമൗണ്ട്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഇങ്ങനൊരു കണ്ടീഷൻ ഈ ഒരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദേ നീഡ് സ്റ്റിമുലസ് which should be more than a critical level for the sake of change. അപ്പോൾ അത് എത്രത്തോളം ആവശ്യമാണ്? is more than a critical level. Lipinstein says that every economy is subject to shocks and stimulants. ഓരോ ഇക്കോണമിയിലും ഷോക്സും ഉണ്ട്, സ്റ്റിമുലൻസും ഉണ്ട്. എ ഷോക്ക് ഹാസ്, അതായത് ഓരോ ഇക്കോണമിയിലും ഇതുപോലെയുള്ള ഫോഴ്സസ് ഉണ്ട്, ഷോക്സും സ്റ്റിമുലൻസും. എ ഷോക്ക് ഹാസ് ദ ഇമ്പാക്ട് ഓഫ് റെഡ്യൂസിങ് പെർ ക്യാപിറ്റ ഇൻകം ഇനീഷ്യലി while a stimulant tends to increase it. അപ്പോൾ ഷോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകം റെഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് ഷോക്സ്. ദെൻ സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ്, ഫോഴ്സസിനെയാണ് നമ്മൾ സ്റ്റിമുലൻസ് എന്നും പറയാം. Certain countries are poor and backward because of the reason that the magnitude of stimulant is small while that of shock is large. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിബിൻസ്റ്റീൻ്റെ ഒപ്പീനിയനിൽ certain countries are poor and backward. എന്താണ് റീസൺ ആയിട്ട് പറയുന്നത്? The magnitude of stimulant is small while that of shock is large. അപ്പോൾ ലിബിൻസ്റ്റീൻ്റെ ഒപ്പീനിയനിൽ കൺട്രീസിനെ poor and അല്ലെങ്കിൽ poor country, rich country എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന ഫോഴ്സസ്, ഫാക്ടേഴ്സാണ് സ്റ്റിമുലൻസും ഷോക്സും. സ്റ്റിമുലൻസ് എക്സീഡ് ചെയ്യാണ് ഷോക്കിനേക്കാളും സ്റ്റിമുലൻ്റ് ആണ് എക്സീഡ് ചെയ്യുന്നതെങ്കിൽ കൺട്രി ബിക്കം റിച്ച്. ഓക്കെ, ഷോക്സ് ആണ് എക്സീഡ് ചെയ്യുന്നതെങ്കിൽ, ഷോക്സ് എക്സീഡിങ് സ്റ്റിമുലൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഷോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകം ഡിപ്രസിങ് ഫോഴ്സസ് ആണ്, ഇൻകം റെഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൺട്രി പുവർ ആണ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആണെന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഇൻകം റേസിംഗ് ഫോഴ്സസ് ആർ മോർ ദാൻ ഇൻകം ഡിപ്രസിങ് ഫോഴ്സസ്, ഇൻകം റേസിംഗ് ഫോഴ്സസ് ആർ സ്റ്റിമുലൻസ്, more than income depressing forces, that is shocks, the economy will be having critical minimum effort which will take the economy on the path of development. അപ്പോൾ ഇതുപോലെ ഉള്ള ഷോക്സിൻ്റെയും സ്റ്റിമുലൻസിൻ്റെയും ആ രണ്ടും നമുക്ക് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് ഇക്കോണമിയിൽ, ദാറ്റ് ലീഡ്സ് ടു പാത്ത് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം ഗ്രോത്ത് ഏജൻറ്റ്സ്. എന്താണ് ഗ്രോത്ത് ഏജൻറ്റ്സ്? According to Lipinstein, if the income increasing forces
expand at a higher rate than income depressing forces. Income increasing forces are stimulants. Expand at a higher rate than shocks, then the favorable condition for economic development will be existing. That is the condition for economic development, favorable condition for economic development. The influence of stimulant is greater than the influence of shock. In the process of development, such conditions are created by the expansion of growth agents. The process of development, such condition, what is the favorable condition? Stimulants are greater than shocks. That conditions are created by the expansion of growth agents. The stimulants ഷോക്സിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞു. ആ ഒരു ഫേവറബിൾ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ഇന്റർമീഡിയറി ആണ് ഗ്രോത്ത് ഏജൻസ്. ഓക്കെ, ദീസ് ഗ്രോത്ത് ഏജൻസ് കംപ്രൈസ് ഓഫ് ആരൊക്കെയാണ് ഗ്രോത്ത് ഏജൻസ് എന്ന് പറയുന്നത്? ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് ഏജൻസ് എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സ് ആവാം, ഇൻവെസ്റ്റേഴ്സ്, സേവേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ്. ദേ ആർ ദ ഗ്രോത്ത് ഏജൻസ് ഇൻ ദ ഇക്കോണമി. ആരൊക്കെയാണ്? ഓൺട്രപ്രണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സേവേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ്. The growth contributing activities result in creation of entrepreneurship, the increase in stock of knowledge, the expansion of production skills of people, and increase in the rate of savings and investment. അപ്പോൾ ഈ ഒരു ഗ്രോത്തിലേക്ക് ഗ്രോത്ത് ഏജൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? They are contributing certain activities like creation of entrepreneurship, increase in stock of knowledge, expansion of production skill of people, and increase in the rate of savings and investment. Then Lipinstein introduces two types of incentives for underdeveloped countries. Lipinstein introduced the two types of incentives എന്തൊക്കെയാ നോക്കാം. First one, those incentives which do not increase national income but they bring a change in the distribution of income. He calls them zero-sum incentives. അതായത് സീറോ സം ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡു നോട്ട് ഇൻക്രീസ് നാഷണൽ ഇൻകം ബട്ട് ദി ബ്രിങ് ചേഞ്ച് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ, ദാറ്റ് ഈസ് സീറോ സം ഇൻസെൻറ്റീവ്. നാഷണൽ ഇൻകത്തിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, ബട്ട് ചേഞ്ച് ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് സീറോ സം ഇൻസെൻറ്റീവ്സ്. സെക്കൻഡ് വൺ, ദോസ് ഇൻസെൻറ്റീവ്സ് വിച്ച് റിസൾട്ട് ഇൻ expansion of national income. National income expand ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ്. He calls them positive sum incentives. Positive sum incentives that result in expansion of national income. അപ്പോൾ ടു ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഏതാണെന്ന് ക്ലിയർ ആയി, സീറോ സം ഇൻസെൻറ്റീവ് ആൻഡ് പോസിറ്റീവ് സം ഇൻസെൻറ്റീവ്. The entrepreneurs in underdeveloped countries are engaged in zero sum incentives. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രോത്ത് ഏജൻസിലെ ഓൺട്രപ്രണേഴ്സ്, അണ്ടർഡെവലപ്ഡ് കൺട്രീസിലുള്ള ഓൺട്രപ്രണേഴ്സ്, ദേ ആർ എൻഗേജ്ഡ് ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഇൻസെൻറ്റീവ്സ്, സീറോ സം ഇൻസെൻറ്റീവ്സ്. They wish to attain monopolies, political influence and social prestige. Okay, they wish to attain, the entrepreneurs are wish to attain monopoly, political influence and social prestige. Thus, as a result, zero-sum activities, the real national income of underdeveloped countries do not increase. നമ്മൾ നേരത്തെ പറഞ്ഞു, zero-sum activity or zero-sum incentive, there is no increase in national income, only change in the distribution of income. They just cause a change in the distribution of income. The positive sum activity, which are essential for economic development. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ആക്ടിവിറ്റീസ് ആണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ബെറ്റർ ആയിട്ടുള്ളത്? Positive sum activities are essential for economic development in case of underdeveloped countries. Therefore, according to Lipinstein, there is a need to direct the zero-sum activity of the entrepreneur of underdeveloped country to the positive sum activity. Lipinstein's opinion, there is a need to direct zero-sum activity to പോസിറ്റീവ് സം ആക്ടിവിറ്റി. ഒരു അണ്ടർഡെവലപ്ഡ് കൺട്രീസിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡയറക്റ്റ് സീറോ സം ആക്ടിവിറ്റി ടു പോസിറ്റീവ് സം ആക്ടിവിറ്റി. സീറോ സം ആക്ടിവിറ്റിയിൽ ചേഞ്ചസ് ഓൺലി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. പോസിറ്റീവ് സം ആക്ടിവിറ്റിയിലാണ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം നമ്മൾ നേരത്തെ കണ്ടു. ഇറ്റ് ഈസ് ദെയർഫോർ നെസസറി ദാറ്റ് മിനിമം എഫേർട്ട് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ലാർജ്
to create an environment whereby the positive sum activity could flourish. So positive sum activities flourish ചെയ്യണമെങ്കിൽ we need a necessary minimum effort. Minimum effort means a minimum level of investment is needed to come out from the vicious circle of poverty. Okay. The following factors are responsible for depressing per capita income in underdeveloped countries. First one, zero-sum entrepreneurial activities. Per capita income underdeveloped countries depress ചെയ്യാനായിട്ടുള്ള factors. First one, zero-sum activities ആണ്, zero-sum entrepreneurial activity. Second one, conservative activity of organized and unorganized labor. Organized and unorganized labors are conservative activities. They are followed. The resistance to new knowledge and ideas and attachment to old ideas. They are not ready to accept new knowledge and ideas. They are already attached with their old ideas. Increase in consumption and unproductive use of those resources which could be used for capital accumulation. Next, income depressing factor എന്ന് പറയുന്നത് increase in consumption. നമുക്കറിയാം underdeveloped countries they give more importance to consumption rather than capital accumulation or investment. Increase in population, that is the next point. Population growth is faster than national income growth. Then high capital output ratio. Capital output ratio is also high in underdeveloped countries. These are the factors responsible for depressing per capita income in underdeveloped countries. To overcome these influences which keep an economy in backwardness, a sufficiently large critical minimum effort is required to sustain a rapid rate of economic growth. To overcome this economic backwardness, we need a sufficiently large critical minimum effort to attain the rapid economic growth. In this way, on the one side, the zero-sum activities could be overcome and positive-sum activity could flourish. That is the only thing to attain the rapid rate of economic growth. We have to reduce the zero-sum activities and to flourish the positive-sum activities. As a result of critical minimum effort, per capita income would rise, leading to increase in the level of saving and investment. They will in turn would lead to an expansion of growth agents. The capital output ratio will come down. Income depressing forces will get weakened. Such a social environment will be created which will promote social and economic mobility. The secondary and tertiary sectors will expand and specialization will be encouraged. An atmosphere will be created where there will be social and economic change leading to decrease the population. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള പോയിന്റ്സ് നമ്മൾ കണ്ടു. ഒന്ന്, ഗ്രോത്ത് ഏജൻസിൻ്റെ എക്സ്പാൻഷൻ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കം ഡൗൺ ചെയ്യുക, ദെൻ ഇൻകം ഡിപ്രസിങ് ഫോഴ്സസിനെ വീക്കൻ ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റ്, നല്ലൊരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടേഴ്സ് എക്സ്പാൻഡ് ചെയ്യാം, സ്പെഷ്യലൈസേഷൻ എൻകറേജ് ചെയ്യുക, ദെൻ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസിലുള്ള ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക, ദെൻ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത്രയും പോയിന്റ്സാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കൊരു പോസിറ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സം ആക്ടിവിറ്റി ഫ്ലറിഷ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇക്കോണമിയിൽ. ദെൻ നമുക്കൊരു ഫിഗർ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അത് നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സെക്കൻഡ് പാർട്ടും കൂടെ നോക്കിയാലാണ് നമുക്ക് ഈ ഒരു തിയറി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. Okay, thank you.